ന്യൂണിലെ സെല്ലർ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്ത് ഇനി എങ്ങനെയാണ് പാക്കിംഗ് മെറ്റീരിയൽസ് ഓർഡർ ചെയ്യുക എന്നതാണ് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. ന്യൂണിൽ പാക്കിംഗ് മെറ്റീരിയൽസ് ഉണ്ടെങ്കിൽ മാത്രമാണ് അവർ ഓർഡർ പിക്ക് ചെയ്യാൻ വരിക. ഓക്കെ, അപ്പോൾ അത് എങ്ങനെയാണ് നമുക്ക് ഓർഡർ ചെയ്യുക എന്നതാണ് ഇവിടെ മനസ്സിലാക്കാൻ പോകുന്നത്. അതിന് ന്യൂണിലെ സെല്ലർ ലാബ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ ഫുൾഫിൽഡ് വഴി പാർട്ണേഴ്സ് എന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം ഏറ്റവും താഴെ ഇവിടെ കാണും വെയർഹൗസ്. ഓക്കെ, പാക്കിംഗ് മെറ്റീരിയൽസ് ഓർഡർ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഇതിനകത്ത് വെയർഹൗസ് സെറ്റ് ചെയ്യണം. നമ്മൾ എവിടെ നിന്നാണോ ഇത് ഡെലിവറി ചെയ്യുന്നത് എന്ന് ന്യൂണിന് മനസ്സിലാക്കണം. അതിന് വെയർഹൗസ് സെറ്റ് ചെയ്യണം. നമ്മുടെ സ്വന്തം ഷോപ്പിൽ തന്നെയാണ് വെയർഹൗസ്, അതല്ല വേറെ എവിടെയെങ്കിലാണ് അത് ഡെലിവറി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് അത് ഇവിടെ ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ സ്വന്തം ഷോപ്പിൽ തന്നെയാണ് സ്റ്റോക്ക് ഉള്ളതും ബില്ലിങ്ങും എല്ലാം ഇവിടെ തന്നെയാണെന്നുണ്ടെങ്കിൽ അതാണ് വെയർഹൗസ്. ഓക്കെ, അപ്പോൾ വെയർഹൗസ് ഒന്ന് ഓപ്പൺ ചെയ്യുക. വെയർഹൗസ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ ഓൾറെഡി ഒന്ന് ഫില്ല് ചെയ്തിട്ടുണ്ട്. ആഡ് ന്യൂ വെയർഹൗസ്. ഓക്കെ, വെയർഹൗസിൻ്റെ നെയിം എന്താ ഇവിടെ ചോദിക്കുന്നുണ്ട്, കൺട്രി ചോദിക്കുന്നുണ്ട്, വെയർഹൗസിൻ്റെ ടൈപ്പ് ചോദിക്കുന്നുണ്ട്. അത് ക്രിയേറ്റ് കൊടുക്കുക. വെയർഹൗസ് സെറ്റിങ്സ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ കൊടുക്കുന്നത് നെയിം കൊടുക്കണം, കോൺടാക്ട് നെയിം കൊടുക്കണം, ഫോൺ നമ്പർ, വെയർഹൗസിൻ്റെ അഡ്രസ്സ്, ഇമെയിൽ ഐ ഡി, അതുപോലെ ഐറ്റം സൈസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ അത് എല്ലാ ഡീറ്റെയിൽസും ഇവിടെ ആഡ് ചെയ്യുക. ഓക്കെ, അത് ആഡ് ചെയ്തതിന് ശേഷം കൺഫേം ആക്കുക. കൺഫേം ആക്കി കഴിഞ്ഞാൽ വെയർഹൗസിൻ്റെ ഒരു നമ്പർ കിട്ടും. ഇവിടത്തെ പോലെ വെയർഹൗസ് കോഡ് കിട്ടും. അപ്പോൾ ആ കോഡിലോട്ടാണ് ഓർഡേഴ്സ് വരിക. വെയർഹൗസ് സെറ്റ് ചെയ്തതിന് ശേഷമാണ് പാക്കിംഗ് മെറ്റീരിയൽസ് ഓർഡർ ചെയ്യേണ്ടത്. ഇനി എങ്ങനെയാണ് പാക്കിംഗ് മെറ്റീരിയൽസ് ഓർഡർ ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് കാണാം.